ഹായ്, എല്ലാവർക്കും പണിക്കേഴ്സ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പുലാവാണ്. ഒരു സ്പെഷ്യൽ പുലാവ്, ചിക്കൻ സോസേജ് പുലാവ്. ഇന്ന് മാർക്കറ്റുകളിൽ ധാരാളമായി സുലഭമായി കിട്ടുന്നതാണ് ചിക്കൻ സോസേജ്. അതുകൊണ്ട് നമുക്ക് എങ്ങനെ ഒരു സ്വാദിഷ്ടമായ ചിക്കൻ പുലാവ് നിർമ്മിക്കാം എന്നതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അതിന് ആവശ്യമായ സാധനങ്ങളുടെ ലിസ്റ്റ് ഞാൻ സ്ക്രീനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നോക്കുക, 2 കപ്പ് ബസ്മതി റൈസ് കൊണ്ട് നമുക്ക് ഒരു 6 പേർക്ക് യഥേഷ്ടം കഴിക്കാവുന്ന രീതിയിൽ ഒരു പുലാവ് എങ്ങനെ നിർമ്മിക്കാം എന്നതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ആദ്യം തന്നെ ചിക്കൻ സോസേജ് ഒരു 5 മിനിറ്റ് വെള്ളത്തിലിട്ട് തിളപ്പിച്ച ശേഷം വട്ടത്തിലരിഞ്ഞ് ഒരു പാത്രത്തിലാക്കി വെക്കുക. 2 സവാളയാണ് നമുക്ക് ആവശ്യമായിട്ട് വേണ്ടത്. അതിൽ ഒരു സവാള വളരെ നൈസായ രീതിയിൽ അരിഞ്ഞ് ഫ്രൈ ആക്കാൻ വേണ്ടി മാറ്റിവെക്കുക. 2 കപ്പ് അരിക്ക് 3.5 കപ്പ് വെള്ളത്തിലാണ് നമ്മൾ പുലാവ് തയ്യാറാക്കേണ്ടത്. 3 കപ്പ് വെള്ളവും 1/2 കപ്പ് നമ്മൾ തേങ്ങാപ്പാൽ ലൂസാക്കാൻ വേണ്ടി യൂസ് ചെയ്ത് നമുക്ക് ചേർക്കാവുന്നതാണ്. ഒരു ചെറിയ തവ വെച്ച് അതിൽ 3 സ്പൂൺ നെയ്യും 4 ടേബിൾ സ്പൂൺ ഓയിലും ചേർത്ത് ചൂടാക്കുക. നല്ലതായി ചൂടായ ശേഷം അണ്ടിപ്പരിപ്പ് അതിൽ ഇട്ട് വറുത്ത് കോരുക. അതിനുശേഷം അതേ ഓയിലിൽ സവാള നൈസായി അരിഞ്ഞു വെച്ചത് ചേർത്ത് വഴറ്റുക. സവാള ഒരു കാരണവശാലും അധികം നേരം ഇളക്കി കൊടുക്കാൻ പാടില്ല. സവാള അതിനിട്ട ശേഷം കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. അത് നല്ല ബ്രൗൺ കളറാകുന്നത് വരെ വറുത്ത ശേഷം കോരിയെടുക്കുക. നമുക്ക് ഈ സമയം കൊണ്ട് പുലാവിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് അതിനെക്കുറിച്ച് നോക്കാം. 2 കപ്പ് ബസ്മതി റൈസ്, 4-5 ചിക്കൻ സോസേജ് പീസ്, 1 കപ്പ് വെജിറ്റബിൾ മിക്സ്. ഗ്രീൻ പീസും ക്യാരറ്റും ചേർന്ന വെജിറ്റബിൾ മിക്സ് ഇന്ന് മാർക്കറ്റുകളിൽ സുലഭമാണ്. ഒരു 4 സ്പൂൺ തേങ്ങാപ്പാൽപ്പൊടി, പറങ്ങേണ്ടി പരിപ്പ് ഒരു 15 എണ്ണം, ഗ്രാമ്പു ഒരു 4, ഏലക്ക ഒരു 4, ഒരു വലിയ കറുവപ്പട്ട 3 കഷ്ണമാക്കിയത്, ഒരു 2 വലിയ സവോള, ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ്, 4 സ്പൂൺ ഓയിൽ, ഉപ്പ് ആവശ്യത്തിന്. ടൂട്ടി ഫ്രൂട്ടി കിട്ടുമെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ ടൂട്ടി ഫ്രൂട്ടി, ഇല്ലെങ്കിൽ ഒരു 2 സ്പൂൺ കിസ്മസ് വറുത്ത് കോരി തയ്യാറാക്കി വെക്കുക. ഇനി ഒരു ഉരുളി സ്റ്റൗവിലേക്ക് വെച്ച ശേഷം അതിലേക്ക് വറുത്ത് കോരിയ നെയ്യുടെ ബാലൻസ് പാതി ഊറ്റി കൊടുക്കുക. അത് ചൂടായ ശേഷം അതിലേക്ക് കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്ക ഇവ ചേർക്കുക. ഇവ ഒന്ന് ചെറുതായി മൂത്ത ശേഷം സവോള അരിഞ്ഞതും ചേർത്ത് വഴറ്റുക. ഒരു ബ്രൗൺ കളർ വരെ സവോള വഴറ്റി കൊടുക്കുക. സവോള ഒരു നല്ലതായിട്ട് വഴങ്ങിയ ശേഷം അതിലേക്ക് 1 സ്പൂൺ ഉപ്പും ചേർത്ത് വീണ്ടും വഴറ്റുക. അതിലേക്ക് 1 കപ്പ് വെജിറ്റബിൾ മിക്സ് റെഡിയാക്കി വെച്ചിരിക്കുന്നത് ചേർത്ത് ഇളക്കുക. ഒന്ന് പച്ചപ്പ് മാറിയ ശേഷം അതിലേക്ക് സോസേജ് വട്ടത്തിൽ അരിഞ്ഞു വെക്കുന്നത് ചേർത്ത് വഴറ്റുക. സോസേജ് പുഴുങ്ങിയ ശേഷം അതിൽ വെള്ളം ഊറ്റിക്കളയേണ്ടതാണ്. എന്നിട്ട് കഴുകി വൃത്തിയാക്കി വട്ടത്തിലരിഞ്ഞ് തയ്യാറാക്കുക. അതിലേക്ക് 3 ഗ്ലാസ് വെള്ളം ചേർക്കുക. ഒരുവിധം നന്നായി വഴറ്റിയ ശേഷം അതിലേക്ക് 3 കപ്പ് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. ചേർത്ത ശേഷം നല്ല രീതിയിൽ തിളയ്ക്കാൻ വെക്കുക. 5 മിനിറ്റ് അടച്ച് വേവിക്കുക.
ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങാപ്പാൽ പൊടി ഒരു ചെറിയ ചൂടുവെള്ളത്തിൽ നല്ല പേസ്റ്റ് രൂപത്തിൽ മിക്സ് ചെയ്ത് തയ്യാറാക്കാം. നല്ല രീതിയിൽ പേസ്റ്റ് രൂപത്തിൽ മിക്സ് ചെയ്യണം, ഇല്ലെങ്കിൽ അത് കട്ട കെട്ടിക്കിടക്കുന്നതാണ്. നല്ല രീതിയിൽ പേസ്റ്റ് രൂപത്തിലാക്കി ഉരുളിയിലേക്ക് ചേർത്ത് കൊടുക്കുക. ബാക്കി അരക്കപ്പ് വെള്ളം വരുന്ന രീതിയിൽ ബാക്കി കഴുകി ചേർക്കുക. ശേഷം നല്ലതായി ഇളക്കി വീണ്ടും ഒരു 2 മിനിറ്റ് തിളയ്ക്കാൻ വെക്കുക. ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഉപ്പൊന്ന് നോക്കുക. ഒരു ഇത്തിരി മുന്നിൽ നിൽക്കത്തക്കണം ഉപ്പ് ചേർത്ത് വെക്കുക. അതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന 2 കപ്പ് ബസ്മതി റൈസ് ചേർക്കുക. ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്ത് ഒരു 5 മിനിറ്റ് വേവാൻ വെക്കുക. അഞ്ച് മിനിറ്റ് ആയ ശേഷം അത് തുറക്കുക. തുറന്ന് ഏകദേശം അരി കുതിർന്നിട്ടുണ്ട്. ആ സമയം വറുത്ത് കോരിയ അണ്ടിപ്പരിപ്പും കുറച്ച് സവാള ഫ്രൈ ചെയ്തതും ചേർത്ത് ഇളക്കുക. ഒന്ന് ഇളക്കിയ ശേഷം വീണ്ടും ഒരു 10 മിനിറ്റ് ചെറിയ തീയിൽ പുലാവ് റെഡിയാകാൻ വേണ്ടി അടച്ചു വെക്കുക. നമ്മുടെ പുലാവ് ഓൾമോസ്റ്റ് റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ്. ബാക്കി തവയിലുണ്ടായിരുന്ന നെയ്യും ഓയിലും ചേർന്ന മിശ്രിതം മുകളിൽ ചേർക്കാം. വേണമെങ്കിൽ ആവശ്യമെങ്കിൽ 1 സ്പൂൺ നെയ്യോട് എക്സ്ട്രാ ചേർക്കാവുന്നതാണ്. ബാക്കിയുള്ള അണ്ടിപ്പരിപ്പും സവോളയും അതിന് മുകളിൽ വിതറിക്കൊടുക്കുക. അതിനുശേഷം ടൂട്ടി ഫ്രൂട്ടി ഒരു 2 സ്പൂൺ ടൂട്ടി ഫ്രൂട്ടി അതിന് മുകളിൽ വിതറി ഡെക്കർ ചെയ്യുക. ടൂട്ടി ഫ്രൂട്ടി ഇല്ല എങ്കിൽ നിങ്ങൾക്ക് കിസ്മിസ് വറുത്ത് കോരിയത് ചേർക്കാവുന്നതാണ്. ശേഷം അരിഞ്ഞു വച്ചിരിക്കുന്ന മല്ലിയില അതിന് മുകളിൽ നല്ലതായി കവർ ചെയ്യുക. 2 മിനിറ്റ് അടച്ച ആവി കൊള്ളുവാൻ വെക്കുക. ഇപ്പോൾ നിങ്ങളുടെ ചിക്കൻ സോസേജ് പുലാവ് തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. സ്വാദിഷ്ടമായ ഈ ചിക്കൻ സോസേജ് പുലാവ് നിങ്ങളും ഒന്ന് തയ്യാറാക്കി നോക്കൂ. നിങ്ങൾക്ക് ഈ വിഭവം ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനിയും അടുത്തൊരു വിഭവവുമായി എത്തുന്നത് വരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.